എനിക്കുള്ള പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, ഈ രാമശങ്കർ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവർക്ക് ഇതുവരെയും പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല. പുറത്താക്കാൻ എന്തുകൊണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചമ്പത്രായ് എന്ന് പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാരിൽ ഒരാളാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? ഇപ്പോൾ തന്നെ സന്യാസിമാർ, ഇപ്പോൾ ശങ്കരാചാര്യ പീഠവുമായി അടക്കമുള്ള സന്യാസിമാർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവരുന്ന ഒരു വാർത്തയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. അവർ പറയുന്നത് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇതിന്റെ മുഴുവൻ ചുമതല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാനിന്ന് പറഞ്ഞോട്ടെ, അങ്ങോട്ട് ഞാൻ പറഞ്ഞത് ഏത് അന്വേഷണ സമിതിയാ? ഏത് അന്വേഷണ സമിതിയാണ്? ഞാൻ പറഞ്ഞോട്ടെ, ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞോട്ടെ ശ്രീ രാവി ബാബു, അങ്ങ് അസ്വസ്ഥനാകല്ലേ? ഞാൻ പറയുമ്പോ അങ്ങ് കേട്ടുന്നുള്ളൂ. ഞാൻ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അങ്ങ് ചോദിക്കും അല്ലെ, ഞാൻ പറയുന്ന സമയത്ത് എന്നെ തടസ്സപ്പെടുത്താതിരിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിനകത്ത് സുപ്രീം കോടതി കേട്ടോ അസിത, ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം സുപ്രീം കോടതി പറഞ്ഞത് ഇത് നല്ല ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് ഈ ട്രസ്റ്റിനെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചെയ്തതെന്താണെന്നറിയാമോ? പ്രധാനമന്ത്രി ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരായിട്ട് ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ നൃപേന്ദ്ര മിശ്ര അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് ഈ അമ്പലം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അതിന് നേതൃത്വം കൊടുത്ത ആൾ അദ്ദേഹമാണ്. അപ്പോൾ ഇതിനകത്ത് സന്യാസിമാരെ, ഇതിൽ വിശ്വാസികളും സന്യാസിമാരെ പോലുള്ള വലിയ വലിയ ആളുകളുണ്ട്, വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ ഏൽപ്പിക്കുന്നതിന് പകരം VHPയുടെയും RSSന്റെയും ഒക്കെ നേതാക്കന്മാരെ ഇതിൻ്റെ ചുമതല അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ശ്രീ RV ബാബുവിടെ വന്നിട്ട് ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. VHP എന്ന് പറയുന്നത് അങ്ങയുടെ നേതാവ് കൂടിയാണല്ലോ ഈ ചമ്പത്രായ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ആദ്യം പുറത്താക്കണമെന്നേ. ഈ ട്രസ്റ്റ് തന്നെ, ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ ട്രസ്റ്റ് തന്നെ പിരിച്ചുവിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഡയറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്വകാര്യ ട്രസ്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ട്രസ്റ്റ് ആകരുത്. രാഹുൽ ഗാന്ധി ആദ്യം പുറത്താക്കണം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആദ്യം പുറത്താക്കണം. നാഷണൽ ഹെറാൾഡ് കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന അതൊക്കെ നിങ്ങൾ കുറെ കാലമായിട്ട് ശ്രീ RV ബാബു, നിങ്ങൾ കുറെ കാലമായിട്ട് അദ്ദേഹത്തെ അകത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്ന് തൊടാൻ നിങ്ങൾക്ക് സാധിക്കാൻ പറ്റില്ല അല്ലേ? ഇല്ലേ? അല്ലല്ല, വസ്തുതയൊന്നും അല്ല. അത് ഞാൻ പറയട്ടെ, ഇതിനകത്ത് നിങ്ങൾ പറയുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയെ അകത്താക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ച് നടക്കാതെ അദ്ദേഹത്തെ സുഖമായിട്ട് രാജ്യത്ത് നടക്കുന്നത്. നിങ്ങളല്ലേ ഭരിക്കുന്നത്? 10-12 കൊല്ലമായിട്ട് നിങ്ങൾ ഭരിക്കുന്നില്ലേ? എന്താ അകത്താക്കുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളതല്ലാതെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു തരത്തിലും, അദ്ദേഹം പറഞ്ഞ ഏത് കാര്യമാണ് സത്യം അല്ലാതുള്ളത്? അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള അതുകൊണ്ട് ജനങ്ങള് സീറോ സീറ്റ് പല സംസ്ഥാനങ്ങളിലും കൊടുത്തതുകൊണ്ട് രണ്ട് സ്ഥലത്ത് നിങ്ങൾ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ല അസിത, അദ്ദേഹം ഇടപെട്ടുകൊണ്ടേയിരിക്കും. കാര്യം അറിയോ, ഈ സത്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞതിനെ അദ്ദേഹം ഒന്ന് കുത്തി നോവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളൊക്കെ പോലുള്ള ആളുകളൊക്കെ ഈ രാമക്ഷേത്രം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചെന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ശ്രമിച്ചുകൊണ്ടാണ് ഈ രാമക്ഷേത്രം ഇവിടെ വന്നത്. സാറേ, ഞാനാ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ആരും ഇതിന്റെ അട്ടിപ്പേർ ഹിന്ദു സമൂഹത്തിന്റെ അട്ടിപ്പേർന്ന് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസികൾക്ക്, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അത് BJPക്ക് മാത്രം സ്വന്തമായിട്ടാണെന്നും അങ്ങ് ധരിക്കണ്ട, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെയുള്ളൊരു ധാരണയൊന്നും വേണ്ട. ആ ധാരണയൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഇതിന്റെ എല്ലാം പ്രവർത്തന, ഇതിന്റെ എല്ലാ കാര്യങ്ങളും അതൊക്കെ ഇപ്പൊ എന്തായാലും അല്ലെ നോക്കൂ അസിത, ഞാൻ പറയുന്നത് ശ്രീ RV ബാബുവിനെ പോലെ ഒരാളോട് എനിക്ക് കയർത്ത് സംസാരിക്കാനുള്ള ഒരു വിഷമമുണ്ട്. വേറെ ഒന്നുമില്ല, അദ്ദേഹം എന്നെക്കാളുള്ള സീനിയറായിട്ടുള്ള അല്ല, എത്രയേ ഉള്ളൂ അസിത. വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. ഇത്തരത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാനുള്ള ശ്രീ RV ബാബു, നിങ്ങൾക്ക് അസിത ബാബു, നിങ്ങൾക്ക് ആർജവം, നിങ്ങൾ ഈ ചമ്പത്രായിയെ പുറത്താക്കും. ആദ്യം നിങ്ങൾ ചമ്പത്രായി കേൾക്കുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ആവും, എനിക്കറിയാം. ചമ്പത്രായിയെ നിങ്ങൾ പുറത്താക്കണം. അതോടൊപ്പം തന്നെ ഗോപാൽ റാവുവിനെ സംസാരിക്കുന്നത് അതിനൊരു അന്തസ്സുണ്ട് എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എന്ന നിലയിൽ ഞാൻ ശ്രീ RV ബാബുവിനോട് പറയുന്നു, ഈ ചമ്പത്രായിയൊക്കെ ആരോപണ വിധേയരായി കഴിഞ്ഞു. അവരെയൊക്കെ പുറത്താക്കുന്നത് അസിത ഇത്ര നിഷ്കളങ്കയായി പറയരുത് കേട്ടോ. കാരണം ഈ ഉത്തർപ്രദേശിൽ നിന്ന് ഇവർക്ക് അനുകൂലമായി അല്ലാതെ ഒരു റിപ്പോർട്ട് വരുമെന്ന് നിങ്ങൾ കരുതുന്നു?
ഞാനാ പറഞ്ഞത്. അപ്പോ ഇതിനകത്ത് നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറയട്ടെ, ഒരു ഹിന്ദുമത വിശ്വാസിയുടെ, ഏത് രാജ്യത്തെ ഹിന്ദുമത വിശ്വാസിയുടെ 1 രൂപയാണെങ്കിലും പോയാൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. അതല്ലാതെ അവരെയൊന്നും സംരക്ഷിക്കാൻ വരരുത് ശ്രീ ആർ വി ബാബു. ശരി, ഓക്കെ. കാരശ്ശേരി മാഷെ നോക്കൂ, സുപ്രീം കോടതി വിധിയുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.